നിന്റെ മോയെവിടാ നിന്റെ മോയെവിടാ കുടുംബക്കാരെല്ലാം ഒരുപോലെ തന്നെ കുടുംബക്കാര്. എനിക്ക് പണ്ടോട്ട് എല്ലാരും പൈലറ്റ് ആവണം ഡോക്ടർ ആവണം എന്ന് പറയുമ്പോ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഡോൺ ആവണമെന്ന്. ഉള്ള കാര്യം ഞാൻ ഞാനൊരു കാര്യം പറയട്ടാ, ഈ ഈ ഇവന്റെ ഫ്രണ്ട് എന്താ ഇത്ര വലിയ തൊപ്പ പ്രസവിക്കും അവൻ ഇന്ന കാലം. അവൻ കുഞ്ഞല്ലേ, അവൻ കഴിക്കും, നല്ലപോലെ കഴിക്കും. ചേച്ചി കുഞ്ഞെന്നെ നോക്കി പറഞ്ഞാ ഞാൻ കേട്ടേനെ, ഇവനെ നോക്കി കുഞ്ഞെന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു? ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോയെവിടാ നിന്റെ മോയെവിടാ? അവന് ഞാൻ പഠിക്കാൻ പഠിക്കവിടാ ഊട്ടിയില്ല. അവനവിടെ കഞ്ചാവ് കൃഷിയായിരിക്കും. മോനെ പറ്റി അനാവശ്യം പറഞ്ഞല്ലോ. ഉള്ള കാര്യം പറയുന്നുണ്ട്. എന്നെ തന്നെ എത്ര തവണ കഞ്ചാവ് വരാൻ നോക്കി. കള്ളനാണ് അവൻ. അത് ചന്ദന്റെ കൂടെ ഉണ്ടായതപ്പോ ഇവ എപ്പോഴും തിന്നോണ്ടിരിക്കുവോ ഇങ്ങനെ? അവന്റെ കുഞ്ഞു വയറ് നിറയാൻ 50 ബർഗറെങ്കിലും വേണം. ലോണ് സാങ്ഷനായ അലിന ചേച്ചി? ഇപ്പൊ ഞാൻ പറട്ടെ, ഇപ്പൊ നിന്റെ അനിയല്ലേ, നീ എന്നെ എല്ലാം നോക്കുന്ന എനിക്കെന്തിരി. ബർഗറിലൊന്നും പാടുന്നേക്കൂല ഇപ്പൊ ഫുഡിന്റെ മറ്റേ ബർഗർ പറയണമായിരുന്നു. ഞാൻ വെറുതെ ഒരു മെനു കാണാതെ പിടിച്ച്. അനിയനെ ഉറങ്ങിയല്ലേ, എണീക്കത്തുള്ളൂ. അങ്ങനെയുണ്ട് കുടുംബക്കാരെല്ലാം ഒരുപോലെ തന്നെ കുടുംബക്കാരെല്ലാം ഇതുപോലെ തന്നെ കേട്ടോ. ഞാൻ ഓർഫണാണ്. എന്തായാലും ഞാൻ നിന്റെ അച്ഛനെ പോലെ നാടുന്നില്ല ഉണ്ടാക്കിയോണ്ട് നടന്നില്ലല്ലോ ഇതുപോലെ. ഇത് ഉറപ്പായിട്ട് നീയും അവനെയും കാണാൻ നല്ല വ്യത്യാസമുണ്ട്. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പം രണ്ട് വേറെ നിങ്ങൾ വേറെ അമ്മമാർക്കുണ്ടായില്ലേ? സൂര്യയുടെ ഞാൻ ദത്തെടുത്തത് ഏത് DNA മാച്ച് ആയി? എപ്പം മാച്ച് ആയി? അങ്ങനെ മാച്ചിങ് നോക്കുകയാണെങ്കിൽ വാസ്തവ DNA മാച്ച് ആയത് എനിക്ക് പറയുകയാണെങ്കിൽ. മനസ്സിലായ? ഇതെന്താ കളർ പറഞ്ഞ? അത് ബോസണ്ണ ഇന്ത ഭൂമിക്ക് എന്താവത് പ്രശ്നം ഇവർക്ക്. രാവിലെ മൊത്തം മിസൈൽ വന്ന് വീഴില്ല. ഞാൻ ആദ്യം വിചാരിച്ചു HF ആരും ഇറങ്ങിയെന്ന. HF അല്ല, മിസൈൽ അല്ലാതെ വീഴുന്നതാണ്. ഭൂമിക്ക് நீ வந்ததுக்கு அப்புறம் தான் இந்த சிட்டி இப்படி. இல்ல எல்லாம் சரியாயிரும் ஆலியா, கவலைப்படாத, எல்லாம் சரியாகும். കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. തിരിച്ചു പോ പറയാതെ ബോണ്ട് സെറ്റ് ആണോ? ലാസ്റ്റ് ടൈം ഇന്നല്ലേ സിറ്റി പോവോ? ഇന്നൂടെ ഉള്ളു. നാളെ വരുമെന്നാണ് ഒരു കേട്ട് കേൾവി. അറിയാം, അത് വലിയ പിടിയില്ല എനിക്ക്. ഇത് വലിയ കേട്ട് കേൾവി ഇല്ല. ഇത് കഴിഞ്ഞിട്ട് അപ്പാവൂല്ല. അല്ല ഇപ്പൊ പോത്തില്ല ബോസണ്ണ, ഇപ്പൊ പോത്തില്ല. എന്നാ വാ ഇത് നമ്മുടെ വണ്ടിയല്ലല്ലോ. അല്ല നമ്മുടെ വണ്ടിയിലല്ല. അവിടെ ബോണ്ടയാ മറ്റേ വണ്ടിയിൽ പോവാ. പമ്പിലെ ഫണ്ട് എടുത്താ നോക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, AR ചെറുതായിട്ടേ മൂവി ഇസക്കായിരുന്നേ. അല്ല അലിന ചേച്ചി ഒരു AR തന്നായിരുന്നു, ഇസക്കാരെന്ന് പറഞ്ഞതാ. നീ അങ്ങനെയല്ലോ പറഞ്ഞേ. അതാണ് അലിന ചേച്ചി AR-ഉം കുറെ ആർമറും ഹെൽത്തും ഒക്കെ തന്നില്ലേ? ആർമറും ഹെൽത്തും കൊടുത്തു. AR-ഉം അതെ. എന്റെ പമ്പില് കാശ് നോക്കിയപ്പോ കുറച്ച് കാശിന്റെ കുറവുണ്ടല്ലോ. പമ്പില് കാശിന്റെ കുറവുണ്ടല്ലോ.
ഏത് കാശ് നിനക്കറിയാം? ഞാൻ ലവിക്ക് കൊടുത്ത്. അവിടെ നിന്ന് വിഡ്രോ ചെയ്തവരെ എനിക്ക് അറിയാൻ പറ്റുക. ഞാൻ നോക്കും എത്ര രൂപ എടുത്തിട്ടുള്ളത് കേട്ടാ. ആ നോക്ക് ഞാൻ ലവിക്ക് ഓൾറെഡി കൊടുത്ത്. നോക്കാതെ പോവില്ലേ എന്തായാലും. അങ്ക ഇത് യാരുക്കാ കിട്ടൂലേ എവലെ? അത് മറക്കാം ചെറുതായിട്ട്. அக்கா இந்த 4 பேர் என்ன போலீஸ் பேரு இப்போ துடிக்கிறது. കള്ളപ്പോലീസടാ. யாரு கள்ள போலீஸ்? ഞാനൊരു കാര്യം പറയട്ടെ സോനു, അതെ പഠിച്ചിരുന്നെങ്കിൽ പോലീസ് ആയേനെ. എന്താ പണിക്ക് പോയില്ല? വേറെ പണിക്ക് അല്ലല്ല അത് അങ്ങനല്ല എന്റെ അന്ന് പണി പോയി. പണിക്ക് പഠിച്ചില്ലെന്ന് മനസ്സിലായ പട്ടി പടിയാ പോലീസ് ട്രെയിനിങ്ങിന് ഓ പോയില്ല. പിന്നെ പെട്ടടേ. இல்ல അവ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നീ എല്ലാരും ഞാൻ അങ്ങനെ പറയൂല ബോസിനെ പറ്റി. ബോസിനെ അതായിരുന്നു. നോ അങ്ങനല്ലേ. என்ன செய்தாரு உங்க போஸ் என்ன ബോസനെ എന്നാ ചെയ്താ என்ன செய்தாரு படி போடு ചെയ്യാൻ പോയെന്ന്. ഞാനേ ബിസിനസ് എനിക്ക് പണ്ടോട്ട് എല്ലാരും പൈലറ്റ് ആവണം ഡോക്ടർ ആവണം എന്ന് പറയുമ്പോ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഡോൺ ആവണമെന്ന്. ഈ സിറ്റി അടക്കി വാഴിക്കുന്ന ഡോൺ ആവണമെന്ന്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ஆளானுமா നിന്റെ അച്ഛന്റെ ഉറി നിർത്തണ പട്ടി തൊപ്പ. அச்சன் உரினா என்னதுடா ആ, எனக்கு ஒண்ணும் புரியலையே എന്റെ ഉറി എന്ന് പറഞ്ഞാ സംഭവം ഇരിക്കട്ടെ Feel free. அப்ப யாரு ചോദിച്ചാലും உங்க അച്ഛനോട് ഉറിന്ന് പറഞ്ഞാ മതിയല്ലേ ആ, നീ പറഞ്ഞു, അങ്ങനെ പറ, അങ്ങനെ തന്നെ പറ. നല്ല കാര്യം. ഓക്കേടാ അച്ഛന്റെ ഉറി നീ ടീച്ചറെ ഷെൽഫ് പഠിച്ചിട്ട് അഡ്മിന്റെ അടുത്ത് വരാൻ പറ. എന്നിട്ട് അഡ്മിന്റെ അടുത്ത് പറ അതുപോലെ പറഞ്ഞു നോക്കടാ നീ പാട്ടി. മേലെ ഹെലികോപ്റ്റർ പറക്കട്ടെ ഇത് മുട്ടുചണ്ടേ ലോക്കർ എവിടെയാണ്? ലോക്കറാ? ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ ലോക്കർ എവിടെയാണ്? ഇവിടത്തെ ലോക്കറ് ഇവിടെ ലോക്കറുണ്ട്. ഇവിടെ എപ്പോഴും ലോക്കർ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയാണ്? അതൊക്കെ മാറ്റി ഇവിടെ ഉണ്ടത് ലോക്കർ എവിടെ? പൈലറ്റ് എനിക്ക് കേൾക്കവേ ഇല്ല എന്റെ 900 കോടി എന്റെ ബ്ലാക്ക് മണി. ചെയ്തെടുത്ത് പോ. എല്ലാ ലോക്കറും സെയിം ഇതാ. പൊക്കോ. ഏത് എല്ലാ ലോക്കർ സെയിമാ? ആ ഞാൻ മാർക്ക് പണിയാ. മറ്റേ 4 വർഷം മുന്നേ ഉള്ള അവിടെ നിക്കുന്നേ ഉള്ളൂ. ഈ ആ പരിസരത്ത് ഈ അടുത്തിടെ ലോക്കറില്ലായിരുന്നു ബോസണ്ണ. ആ അതൊക്കെ പോയിട്ട് ഒരു 3-4 മാസമായി. മാസം പോയി വർഷങ്ങളായി അവിടൊക്കെ ലോക്കർ വന്നിട്ട് വർഷം. ഉണ്ടായിരുന്നു. அக்கா ஏதோ ஒரு மாதிரி ஆகுதுக்கா பேடியா இருக்குக்கா അയ്യോ ഭയപ്പെടാതെ ആളിയെ നന്നായിട്ട് മുറുക്കി പിടിച്ചോ. ஓகே ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ഈ അവനാണ് ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വന്നേക്കണം മറ്റേ സിറ്റിന്ന്. സത്യം. എന്ത് ഒരു സ്വന്തം കാര്യം നോക്കാപ്പോഴും പറ്റൂല. കള്ള നിറയ്ക്കാൻ അറിയാതെ என்ன இது போல பழையடாக்கா என்னக்கா അതേപോലെ ഞാൻ ബോസന്റെ സൈഡായിരുന്നു. அக்கா இவருதான் என்னோட அண்ணன் ரெண்டாவது அண்ணன்ல നിർത്തടാ. എവല വേണ്ട എവല വേണ്ട ഇത്തവണ വിട്ടേക്കാം ബോസണ്ണ. വേണ്ട എവല വേണ്ട. എന്ത് ലോക്കൽ സ്റ്റാറ്റസ് കാണിക്കുന്നേ? സ്റ്റാറ്റസ് ഒന്നും എടുക്കണ്ട. ഇല്ലേ ലോക്കർ ഫ്രോസൺ ഓവർ ഡ്യൂ റെന്റൽ യുവർ ലോക്കർ പൈസ അടക്കി റെണ്ടടാ. 5 கோடி பே பண்ணே ആ മാറി മാറിന്നെ എപ്പോഴാ ആര് ആ സൈഡ് அக்கா சிப்பில ஆட்கள் சிட்டி கம்மியா கரை இருக்கு ஓடாது. ஹீலிங் உண்டா ആ വാ. ഫീലിംഗാ. ഓ, 900 കോടി 900 കോടി. എടാ 900 കോടി ബ്ലാക്ക് മണി ഉള്ള ആരെങ്കിലും ഉണ്ടോ സിറ്റിയില്? എവിടുന്ന് അത്ര ഉള്ളല്ലോ ബോസണ്ണ. ഞാൻ പറട്ടെ, പുതിയ സിറ്റി വരുമ്പോഴേ അപ്പാപ്പന്റെ ഓരോ അടവുകളുണ്ട് ആൾക്കാരെ മുഞ്ചിക്കാൻ വേണ്ടിട്ട്. ഓരോ വണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പറയും ഈ വണ്ടി എടുത്ത ഇത് റെയറാണ്, ഇത് 50 പേരിക്കേ കാണും എന്ന് പറഞ്ഞൊക്കെ ഇറക്കും. അതുപോലത്തെ ഒരു എരപ്പ തൊട്ടി വണ്ടി ലോകത്തുണ്ടാവൂല. സത്യം. എടാ ഇതെന്താണ് വെതർ മാറ്റാൻ ചെവി വേദന എടുക്കുന്നു എന്താ ഇത്? ബോസണ്ണ അത് ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. SFX അങ്ങ് ഓഫ് ആക്കുക, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ കുറച്ചിടുക. അത് ബഗ്ഗതാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്യാം. എന്ത് SFX കുറയ്ക്കുന്നതാ? ആര് പറഞ്ഞു? എടി നിന്റെ എലി കേട്ടൂടെ? അലീന ചെറിയാൻ പറ്റാ
സൂര്യബാസ് പോയില്ലേ? ആ അപ്പൊ ഇനി എലി വിദ്യാലയുടെ ആവശ്യമില്ലല്ലോ. അവിടെ ഒരേ കുട്ടിയിലെ പഠിച്ചോണ്ടിരുന്നേ. ആണ് അത് കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. നമ്മളത് ക്ലബ് ആക്കും. എന്ത് ക്ലബാക്കും? എന്ത് ക്ലബാക്കാൻ പോണു നീ അവിടെ? അതൊക്കെ നമ്മുടെ കാര്യമല്ലേ ചന്ദ്രൻ. ഞാൻ കേൾപ്പട്ടെ, അത് എന്റെ പേരിലോട്ട് എഴുത്താ. നോക്കിയിരുന്നോട്ടോ, നോക്കിയിരുന്നോ. ഞാൻ കേൾപ്പട്ടെ, ചന്ദ്രൻ പറഞ്ഞത് നടക്കും. അവളെ ഞാൻ കൊല്ലുമല്ലോ. എന്നൊരു കാര്യം ചെയ്യാതെ എന്റെ പേരോട് എഴുതാ, പ്രശ്നം കേട്ടെ. നീ ആരാടാ പട്ടി? പ്രശ്നം പരിഹരിക്കാൻ വന്നതായി ഇപ്പൊ എന്റെ തെറ്റ്. ഞാൻ അറിയത്തില്ല. எவ்வளோக்காருக்கோ எங்க விழிச்சிட்டு வந்துருக்கீங்க? டூர் வந்திருக்கோமா? ടൂർ. ആമാ. ടൂറ് നീ, ടൂറ്. മസാല ദോശ വേണോ? மசாலா தோசை வேணும். കൺവെർട്ട് മണി, കൺവെർട്ട് ബ്ലാക്ക് മണി ടു ബോണ്ട്. ഓ നമ്മൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങിയാൽ മതി കേട്ടോ വണ്ടിയിൽ 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. 100 கோடியா? This conversion amount is too high. എന്റെ നമ്പർ മാത്രമാണോ? അടിക്കില്ല, നമ്പർ അടിച്ചാ മതി. എന്റെ അത് 100 நடி. താങ്ങാൻ പറ്റില്ലാട്ടോ എന്റെ ഇത്. எனக்கு 1 கோடிடா. 100 അടിച്ചാ മതി. 10, 100, 10, 100, 10 ലക്ഷം, 10 ലക്ഷം. ഫുഡുണ്ടില്ല, ഉച്ചക്ക് ഞാനുണ്ട്. സൂപ്പറാ, സൂപ്പർ. താങ്ക്സ്. ചന്ദ്രൻ 100 കോടിയാണെങ്കിൽ 100 അടിച്ചാ മതി. ആ എത്ര കോടിയുണ്ടോ അത്ര നമ്പർ മാത്രമേ. 10 ലക്ഷം, 10 ലക്ഷം, കോടി, കോടി, 100 കോടി. எனக்கு என்ன ஷேர் கிடைக்குமா? 900. ഞാൻ 90 അടിച്ചത്. எனக்கு 1 கோடி കൊടുത്തீங்கன்னா ഫുഡ് വാങ്ങി തരണം. അതിനോ ഒരു കോടിക്കാ നിനക്ക് ഫുഡ് ഫുഡ്? വാങ്ങാൻ പറ്റിയ കടയില്ല, എല്ലാം പൂട്ടി. എല്ലാം പൂട്ടിട്ടാங்களா? அப்பனா இவனை டிஃபன் பண்ணிடலாமா? டேஸ்டா இருப்பா. ഇപ്പൊ 60 ലക്ഷത്തിന് 60 അടിച്ചാ മതിയാ? ആ മതി. അല്ല ലക്ഷം ഇല്ല, 1 കോടിയാ മാക്സിമം. ലക്ഷം പോവും. 1 CR വേണം. அக்கா எனக்கு கொஞ்சம் காசு கொடுங்க, ஒரு 25 கோடி தாங்கக்கா. 10 ലക്ഷം. അപ്പൊ 60 ലക്ഷത്തിന് വില ഇല്ലേ? നിങ്ങൾ ബ്ലാക്ക് ഉണ്ടാ? ബോസണ്ണ എന്റെ 45 ലക്ഷം ഉണ്ടായിരുന്നു. അന്ന് അവന്മാര് കത്തിച്ചപ്പോ എല്ലാം പോയി. 10, 100, 1000, 10 ലക്ഷം. എന്റെ ബാങ്ക് എന്റെ അക്കൗണ്ടിൽ യു നീഡ് എ ബാങ്ക് കാർഡ് ടു യൂസ് ATM. എന്റെ ആ കാർഡ് എന്തിയപ്പോ? ATM എന്ത്? എന്റെ എല്ലാം പോയായിരിക്കും ബോസണ്ണ, എല്ലാം പോയത്. അലീന നിനക്കപ്പോ കുറച്ച് കാശ് തരാം. ഇല്ല ഇല്ല, ഇതങ്ങോട്ട് ഇട്. ഇതിട്ടിട്ട് നോക്ക്. അതല്ല, நல்ல வசதியா இருக்குல்ல இந்த இடம். അവിടെ എന്തോ എടുത്ത് കഴിക്കുന്നവൻ. ഹലോ അവിടെ. ആ കഴിട്ടു. 50 ലക്ഷം കയ്യിലുണ്ട്. അത് കുഴപ്പമില്ല. എന്റെ ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റൂല അപ്പൊ ഇനി? അല്ല ബോസണ്ണന്റെ ബാങ്കിലെ അപ്പൊ കാശ് എടുത്തോ? അല്ല ബാങ്കില് വൈറ്റ് 55 കോടി ബാങ്കിൽ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുക്കണ്ട, ഇവിടെ ബാങ്ക് ഉണ്ട്, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അല്ല ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? പക്ഷെ ബോണ്ട് ആക്കണ്ടേ? കയ്യില് വേണ്ട. മണിട്ട് പോട്ടെ. അവൻ ചാച്ചിയാ. ഹലോ ശരിയാണല്ലോ. ക്ഷീണം കാണും, പൈസയല്ലേ. അതിനൊന്നും ചെയ്തില്ലല്ലോ അവൻ. ഫുള്ള് ബോണ്ടാക്കിയേ. അല്ല ഒന്നും അല്ല ഇല്ല. റൂബി എന്റെ പൊന്നാ എന്ന് ഞാൻ വിളിക്കാം. 50. ഓക്കെ, ഡൺ. എല്ലാം ആക്കി. മതി വാ. பர்கரா எங்க பர்கர் போட்டிருக்காங்க? ഒരു ബർഗർ ഫുഡുണ്ടില്ല. ഞാൻ ഉച്ചയ്ക്കുണ്ട്. നീലപ്പീലി കൂടും തൂക്കി പൂഞ്ചേലാണ്. എന്റെ കൂടെ ബാക്ക് സീറ്റ് ഞാനാണ്. யாருக்கா இந்த போலீஸ் போட்டிருக்காரு? யாருக்கா? ഏവലെ നീ എന്തിനാ അവനടുത്ത് ചേർന്നിരിക്കണേ? ഞാൻ മാറിയിരിക്കുന്നു. കാര്യം അവനിച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ ഫാന്റസിയിൽ ഓരോ കാര്യങ്ങള് അവന്റെ പറഞ്ഞതേ ഉള്ളടാ. എന്റെ ഗേൾ ഫ്രണ്ട് ഞങ്ങളുടെ കേട്ട. അതെ, ഈ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്?
ഉറങ്ങിക്കിട്ടാ 80% ഡ്യൂറബിലിറ്റി എന്തോ വേണം എന്നൊരു കാര്യമുള്ളൂ. എന്നാ അത് കൊടുക്കാൻ പറ്റും. ആർക്ക്? ഹെൽപ്പിട്ടാ മതി. അഡ്മിൻ പറ്റൂലെന്ന് തോന്നുന്നു. അറിയാൻ ഒന്ന് ഹെൽപ്പിട്ട് നോക്കേണ്ടി വരും. പക്കത്തില് നോക്കാറാതെ നോണ്ട് പോയപ്പോൾ അങ്ങോട്ടെ ഉണ്ണി പൊന്നുണ്ണി എല്ലാത്തിലും എല്ലാം ഡ്യൂറബിൾ കണ്ണാ എന്റെ ഉള്ള എല്ലാം ഡ്യൂറബിൾ കണ്ണ്. 10 കണ്ണു. കല്യാണം കഴിഞ്ഞാലേ എന്റെ കല്യാണം നടക്കത്തുള്ളൂ. വണ്ടി ഞാൻ ഫ്രണ്ടിൽ കയറാം. ചേച്ചി എന്നെ അവനോട് ഇരുത്തല്ലേ, അവൻ വിശക്കുന്നു എന്നെ കടിക്കും. അവൻ എന്നെ കഴിക്കും. അരി അതിന് അനവശം പറയല്ലോ. ഫുഡ് ഞാൻ തരാം, എന്നെ കഴിക്കല്ലേ. സാപ്പിടുങ്കോ റിബൈ മിൽക്ക് ഷേക്കും ഉണ്ട്. അടിച്ചു കേട്ട് ഇതാ ഓ ബോസണന്റെ കൂടാ ഇവിടെ മാർക്ക് ഇറങ്ങി. ഞാൻ അഡ്മിൻ വിളിക്കട്ടെ. പറ சொல்லு. ഒരു സെക്കൻഡ്. ചെവി വേദന എടുക്കുന്നടേ എനിക്ക്. ചെവി വേദന സത്യം പറയാല്ല. എന്താണ് ഇതൊരു സെക്കൻഡ്. നല്ല ഓട്ടമുള്ള ആര്? നല്ല വണ്ടി ഓട്ടം. വേണ്ട 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 വേണ്ട. ഈ ഫ്രെയിം കൊള്ളാലോ. ഞാൻ നിൽക്കുന്നോണ്ടാണോ? അക്ക இதுதான் என்னோட வலியன். இதுதான் என் நீலமுடி அண்ணன். இதுதான் எங்களோட ஃபேமிலி. நாங்கெல்லாம் இப்படிதான் ஒண்ணா இருப்போம். മാറ്റണേ അത്. ഞാൻ അല്ല ഞാൻ എങ്ങനെ ഉങ്ങളുടെ ബ്രദർ இதுதான் என்னோட வலியன். എന്നോട് അച്ഛാ പേര് കഞ്ചാവ് സോമൻ. അതാ ഉന്നോട് അച്ഛാ ആണോ ആണോ ആണോ? അല്ല കഞ്ചാവ് സോമൻ അല്ല, കഞ്ചാവ് ജോസഫ്. ജനിക്കണോടാ ബ്രദർ ആവാൻ. നീ എന്തിനാ ബോസനെ അണ്ണാന്ന് വിളിക്കുന്നേ? അണ്ണനായോണ്ട്. നിങ്ങൾ ഒരച്ഛനും ജനിച്ചാണ്. ആണ്. ആ അതെ അതെ. കഞ്ചാവ് ജോസഫ്. എനിക്ക് അനാവശ്യം പറയില്ലേ. പേര് മാത്രമല്ലേ ഉള്ളൂ? അല്ല മരിച്ചു പോയതാ, പോലീസ് പിടിച്ചിടിച്ചത്. സത്യം. നേരത്തെ നമ്മള് വണ്ടി എന്ന് പറയുമ്പോ വണ്ടി സൈഡിലോട്ടായി പോയി. ലാലേട്ടനെ പോലെ മിക്കുന്നു ഞാൻ നോക്കിയപ്പോ. അതിന് കാടികളാണ് കൊടുക്കുന്നേ. നിന്റെ അനിയായ ബോഡി ഷേമിയാണ്. ബോഡി ഷേം ചെയ്യല്ലേ? ഇത് എല്ലാവർക്കും ഇത് ഈ വെതർ ഇങ്ങനെ ഇട്ടേക്കുന്നാണാ? അതെ അതെ അതെ. ആ മിസൈൽ വീഴുന്നുണ്ടല്ലേ, നമ്മളിട്ട് ഇടുന്നല്ലേ അത്? നമ്മുടെ നേരത്തെ മാത്രമല്ല എല്ലാവരുടെ നേരത്തെ വീഴുന്നുണ്ട്. ഇന്ന് രാവിലെ 10 തവണ വന്നു അങ്ങനെ. എടാ ഇത് റീഡേഴ്സ് ആണ്, അവര് അറ്റാക്കാ, സെർവർ അറ്റാക്കാണ്. HF ആൾക്കാർ കയറിയതാ സിറ്റിയില്. ആൾക്കാർ കേറിയെന്താ? ഓ പിന്നെ അവരായത് ബോസന്റെ അറിയില്ലേ? ഇല്ല, ഇതൊക്കെ HF ഓരോ കളികളല്ലേ. HF എന്ത് കളി? അത് അങ്ങനല്ല, അത് അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേറിയത് ഇത് ഉൾക്ക വീഴുന്നതാ. അങ്ങനല്ല. ഉള്ള കാര്യം ഞാൻ അയ്യോ
എന്നടാ പട്ടി യവന്മാർക്ക് അവിടെ നിന്ന് ഗ്രനേഡ് കിട്ടിയത് അവരുടെ അല്ല ഉൾക്ക വീഴുന്ന ഉൾക്ക അഡ്മിനെ 10 കണ്ണുണ്ട് എത്ര വരും ഈ വെതർന്ന് മാറ്റാ പിന്നെ വെതർ മാറ്റോ ഭയങ്കര അനോയിങ് ആണ് ആ ഭയങ്കര അനോയിങ് കൊറേ നേരം ഇപ്പൊ ചെവി വരെ എടുക്കുന്നത് ബോസിന്റെ അടിയൻ ദാ ഒഴുകി പോകുന്ന വെള്ളത്തിൽ പോട്ട് അതിശയം പോയവരെ പോട്ടങ്ങ് സന്തോഷം കടലമ്മ കൊണ്ടുപോയാൽ മതിയായിരുന്നു സന്തോഷം മാത്രമേ ഉള്ളൂ അതെ എവിടെ പോണ് കടല വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് അതിശയനായിട്ട് വരാം എല്ലാരും ഇവിടെ നിൽക്കാം അഡ്മിനെ ഹലോ മിസ്റ്റർ ചന്ദ്രബോസ് ആ ഗണ്ണ് യൂണിഫോം എടുത്ത് മാറ്റണേ ഓ പിന്നെന്താ ഗണ്ണ് നിങ്ങൾ മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കണായിരുന്നു അതല്ലാണ്ട് വഴിയില്ല അല്ല അഡ്മിന്റെ അടുത്താണ് തരാൻ പറഞ്ഞത് ഇല്ല അത് തെറ്റിദ്ധാരണയാണ് മിസ്റ്റർ എക്സ് ഉണ്ടോ സിറ്റിയിലുണ്ടോ മിസ്റ്റർ എക്സ് കളക്ടിങ് ഒക്കെ നിർത്തിയോ ആ അവര് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 18th എന്തായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഓക്കെ ഓക്കെ ഡൺ ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ എക്സിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്താ വഴി മിസ്റ്റർ എക്സിനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് അഡ്മിനോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞ മിസ്റ്റർ എക്സ് എടുക്കാൻ പറ്റില്ല എന്ത് ആ മൊത്ത ചായ വിടറ കണ്ണാ വിളിക്കുന്നുണ്ട് ഒന്ന് ചെല്ലണം ഒരു കേസായിട്ടുണ്ട് ഡീൽ ചെയ്യണേ ഇല്ല ഒരു ടിപ്പാരാ പയ്യ വിളിക്കുന്നു ഹലോ ആ പറഞ്ഞ കൊല്ലല്ലേ ആ പറ വലിയ പേരാണേ ഏതോ ഒരു അപരാധി ഡ്രസ് അകത്ത് പറഞ്ഞൂടെ ഇങ്ങനെ പ്രശ്നം കൊണ്ടുപോകും ബ്രോനെ ബ്രോനെ അഡ്മിൻ വന്ന് കൊണ്ടുപോകും സുഖമില്ലേ കാണാ ഒരു സെക്കൻഡ് ബ്രോ ഓക്കെ സന്തോഷം ലവ് യു ഹലോ കേക്കാണാ നാറി കത്തിക്കുന്നത് ഇറങ്ങടാ പട്ടി ഇറങ്ങടാ ഇത് ആര് ഡ്രസ് മാറ്റം ലാഗടിക്കുന്നു അത് മനസ്സിലായി ഇതാരാ ഇത് കേക്കലാണാ അല്ല അല്ലേ